എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി വീഡിയോയിലേക്കാണ്. നമ്മൾ കോഴിക്കോടുള്ള കുറച്ച് ടൂറിസം ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മൾ പോകുന്നത് പൂവാറന്തോട് എന്ന് പറഞ്ഞൊരു അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അപ്പം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ബൈപ്പാസിലേക്ക് ഇറങ്ങി നമ്മളിന്ന് ഓല സ്കൂട്ടർ എടുത്തിട്ടാണ് നമ്മളിന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് റൈഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പന്തിരാങ്കാവ് കുറ്റിക്കാട്ട് റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ഒരു ചെറിയ റൂട്ടാണ്. നമ്മൾ കുറ്റിക്കാട്ടൂർ വഴി പെരിങ്ങളം റൂട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ വണ്ടി ഫുൾ ചാർജാക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിന്ന് ഒരു റിസോർട്ടാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുള്ളത്. പൂവാറന്തോട് ഏറ്റവും ടോപ്പിൽ നമ്മളൊരു റിസോർട്ടിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങോട്ട് എത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ കാറിലാണ് പോകുന്നത്. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് ഹിൽ റൂട്ടിലേക്ക് പോകാൻ പറ്റുമോ എന്നൊരു ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഇറങ്ങിയതാണ്. എത്തുമെന്ന് അറിയില്ല, നമ്മളൊരു പരീക്ഷണത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു 100% വണ്ടി ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുന്ന് മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 50 കിലോമീറ്റർ താഴെ ഉള്ളൂ ഉള്ളത്. പക്ഷേ നമ്മുടെ ഹിൽ ഏരിയയിലേക്ക് കയറുമ്പോൾ ചാർജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. എങ്കിലും നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറ്റിക്കാട്ടൂരിൽ നിന്ന് അങ്ങനെ നമ്മൾ പെരിങ്ങളം കുന്നമംഗലം റോഡിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ റോഡ് നല്ല അതിമനോഹരമായിട്ടുള്ളൊരു റോഡാണ്. നമ്മൾ നല്ല പാടങ്ങൾക്ക് നടുവിലൂടെ പോകുന്നൊരു റോഡാണ്. അപ്പോൾ നമ്മൾ ഈ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നല്ല പാടങ്ങളും കൃഷികളും നാട്ടുംപുറങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കുന്നമംഗലം സൈഡാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ പോകുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. ഈ റോഡിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നാട്ടിൻപുറത്തിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. ഇത് ബസ് റൂട്ടൊക്കെ ഉള്ള റൂട്ടാണ്. ഇവിടെ രണ്ട് സൈഡിലും കണ്ടില്ലേ പാടങ്ങളാണ് കാണുന്നത്. പാടങ്ങളുണ്ട്, പിന്നെ തെങ്ങിൻ തോപ്പുകളുണ്ട്, വാഴക്കൃഷികളുണ്ട്. ഇവിടെ തനി നാട്ടുമ്പുറമാണ്. പാടങ്ങളൊന്നും പണ്ടത്തെ തനിമ നഷ്ടപ്പെടാത്ത നല്ല ഗ്രാമങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ളൊരു നാടാണ്. പെരിങ്ങളം ഏരിയ ആണ് ഈ സ്ഥലം പറയുന്നത്. കുന്നുമംഗലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് പെരിങ്ങളം എന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ട് തന്നെയാണ് നമ്മളെ മിൽമ, ഏറ്റവും വലിയ മിൽമ നമുക്കിവിടെയാണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്. അതും നമുക്ക് ഈ റൂട്ടിൽ കാണാൻ പറ്റും. നമ്മുടെ കേരളത്തിലെ കുറേ ഭാഗങ്ങളിലേക്ക് പാല് കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ്. അതുപോലെ നല്ല ഗ്രാമങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല നാട്ടുപുറം ആളുകൾ, നല്ല സ്നേഹമുള്ള ആളുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ പറ്റും. നല്ല നാട്ടുപുറം നാടൻ ശൈലിയിലുള്ള കുറേ വീടുകൾ, നാടൻ കൃഷിപ്പാടങ്ങൾ, കൃഷികൾ എല്ലാം കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഈ നമുക്ക് നല്ല പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ള നല്ലതാണ്. നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, പാടം പറ്റി കഴിഞ്ഞാൽ ഫുട്ബോളൊക്കെ പാടത്തുനിന്ന് നല്ല മണ്ണിൽ കളിക്കുന്ന നല്ല ഇവിടെ ടൂർണമെൻറ്റൊക്കെ ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. പണ്ടൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ ടൂർണമെൻറ്റ്, സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ. അപ്പോൾ ഈ ഭാഗത്തും കുറച്ചൊക്കെ കണ്ടുവരുന്ന ഒരു ഏരിയയാണ്. നമ്മളിപ്പം അങ്ങനെ പെരിങ്ങളം ടൗണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്നതാണ് ചെറിയൊരു പെരിങ്ങളം ടൗൺ എന്ന് പറയുന്നത്. ഒരു തനി നാട്, നമ്മൾ പണ്ടത്തെ ഒരു നാട്ടുപുറത്തുള്ളൊരു ടൗണാണ്. അതേപോലത്തെ ചെറിയൊരു ടൗണാണ്. വലിയ ടൗണെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല നാട്ടിൻപുറത്തിൻ്റെ ഒരു ഭംഗിയുള്ളൊരു ടൗണാണ്.
പെരിങ്ങളം അങ്ങാടി. നമ്മൾ അവിടുന്ന് മുന്നോട്ട് പോന്നു. നമ്മൾ അവിടുന്ന് നേരെ റൈറ്റിലേക്ക് വന്ന് നമ്മൾ മുക്കം ബൈപ്പാസിലേക്ക് കയറി. നമ്മളങ്ങനെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് റൈറ്റ് കാണുന്ന കുറച്ച് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് മുക്കം NIT ആണ്. മുക്കം എത്തുന്നതിന് മുന്നെയാണ് നമ്മൾ NIT സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലേക്കുള്ള ഈ റോഡ് കാണുന്നത് ഓമശ്ശേരി ടൗണിലേക്കുള്ള ഈ റോഡാണ്. നേരെ പോയാൽ മുക്കം ടൗണിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളെ ഏറ്റവും വലിയ കോളേജായ NIT കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിങ് ഏരിയയാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കാണുന്നത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആരും കൊതിക്കുന്ന അത്രയും വലിയൊരു കോളേജാണ് NIT കോളേജ്. അത്രയും കുറേ അധികം ബിൽഡിങ്ങുകളും കോളേജ് ഗ്രൗണ്ടുകളും അതിമനോഹരമായിട്ടുള്ളൊരു കോളേജാണ് NIT കോളേജ്. അവിടേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. കോളേജിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോളേജിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്നതാണ് കോളേജിൻ്റെ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഓപ്പോസിറ്റ് രണ്ട് സൈഡിലും ഉണ്ട്. അത് കഴിഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എൻട്രിയാണ് നമ്മൾ കാണുന്ന NIT കോളേജ്. അതിമനോഹരമായ എൻട്രിയാണ് ഈ കാണുന്നത്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. ഇതാണ് നമ്മുടെ മനോഹരമായ NIT. ഇതാണ് നമ്മുടെ KMCTയിലേക്കുള്ള വഴി കേട്ടോ. KMCT ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മുക്കം ടൗൺ എത്തുന്നതിൻ്റെ മുൻപേ തന്നെയാണ്. നമ്മളത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കാണുന്നത് മുക്കം മെയിൻ ടൗണാണ് ഈ കാണുന്നത്. മുക്കം പഴയ പോലെയല്ല, വളരെയധികം വലിയ ടൗണായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിവിടെ വലിയ സ്റ്റാൻഡുകൾ വന്നിട്ടുണ്ട്, തിയേറ്റേഴ്സ് എല്ലാം, മാളുകൾ വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുള്ളൊരു ടൗണാണ്. ടൗൺ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ അരുവികൾ ഇതേപോലെ കാണാൻ പറ്റും. എന്ത് ഭംഗിയുള്ള അരുവികളാണെന്നറിയാം. നമ്മൾ നല്ല നാട്ടിൻ പുറത്തുനിന്ന് നേരെ
കുന്നും മലയിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കുന്നിൻചെറിയിൽ വരുന്ന അതിമനോഹരമായുള്ള വാട്ടർഫാൾസാണ് നമ്മളീ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ തെങ്ങിൻ തോപ്പുകളും റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്ന പൂവാറന്തോടിലേക്കുള്ള വഴിയാണ് ഈ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏകദേശം പൂവാറന്തോട് ഹിൽ സ്റ്റേഷൻ കയറാൻ പോവുകയാണ്. പോകുന്ന വഴികളിലുള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പോകുന്ന വഴികളിൽ കുറേ വാഴത്തോപ്പുകളുണ്ട്, റബ്ബർ തോട്ടങ്ങളുണ്ട്, കുറേ അരുവികളുണ്ട്. നമുക്കതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റൂട്ടാണ്. റൈറ്റ് സൈഡിലൊക്കെ നല്ല റബ്ബർ തോട്ടങ്ങൾ കാണാൻ പറ്റും. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല കുന്നും ചരിവുകൾ കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു സൈലൻറ്റ് പ്ലേസാണ്. നമുക്ക് ഒരു ജോലീൻ്റെ ടെൻഷനൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. നമ്മളിങ്ങനെ വണ്ടിയിൽ മുന്നോട്ട് വരുമ്പോഴാണ് അടുത്തൊരു അരുവി കാണുന്നത്. ചെറിയൊരു പുഴ പോലെ നമുക്ക് പാറക്കെട്ടുകളിലുള്ളിലൂടെ ഒഴുകി വരുന്ന നല്ല പ്യുവർ വാട്ടർ നമുക്ക് കാണാം. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മലകൾ, കുന്നും ചെരുവുകൾ, നമുക്കിങ്ങനെ ആ കുന്നിങ്ങനെ കയറി മലകളൊക്കെ കയറി പോകാൻ പറ്റുന്ന പോക്കറ്റ് റോഡിലേക്ക് എത്തി തുടങ്ങി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചുരങ്ങളാണ്. പൂവാറന്തോടിലേക്കുള്ള വഴി അങ്ങോട്ട് കുന്ന് കയറുന്തോറും റോഡ് ചെറുതായി വരികയാണ്. നമ്മളങ്ങനെ പൂവാറന്തോട് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പകുതി ഇനി നമ്മൾ റിസോർട്ടിൻ്റെ ഏരിയയിലേക്ക് പോകാം. ഇവിടുന്ന് ഇനി ഒരു 5 കിലോമീറ്റർ നമ്മൾ പൂവാറന്തോട് ഹിൽ റിസോർട്ടിലാണെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഇവിടെയുള്ളൊരു ചുരം കയറിയിട്ടുള്ളൊരു ഹില്ല് കേട്ടോ. നല്ല ലൊക്കേഷനാണ് കേട്ടോ. നല്ല വ്യൂസ് ഉണ്ട്, നല്ല വ്യൂ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഒരു കാറാണ് നമ്മൾ പോകാമെന്ന് പറഞ്ഞത്. നമുക്ക് ബാക്കി അവിടെ നിന്ന് പൂവാറന്തോട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റബ്ബർ മരങ്ങളാട്ടോ. കുറേ റബ്ബർ മരങ്ങളൊക്കെ തോന്നുന്നുണ്ട്. കൃഷി ചെയ്യുന്ന കൃഷിത്തോട്ടം വാഴത്തോപ്പുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. നമ്മളങ്ങനെ ലൊക്കേഷനിലെത്താനായി. അടിപൊളി ഏരിയ. നമ്മളങ്ങനെ റിസോർട്ടിലെത്തി. ഇതാണ് ഹിൽവേ റിസോർട്ട് കേട്ടോ. നമ്മളിന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇന്നത്തെ ചെക്കന്മാരെല്ലാവരും ഒന്ന് ചിൽ ഔട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് എല്ലാ വീഡിയോസും നമ്മൾ കാണാം. ഇതാണ് നമ്മളെ
പൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. വാട്ടർ ബോഡീസ് ഉണ്ട്. വാട്ടർ ബോഡി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെ മഴ ചെയ്തിട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ കേട്ടോ. രക്ഷയില്ല, എന്നാ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഇവിടുന്ന് നേരെ എൻട്രി ചെയ്യട്ടോ. ഇങ്ങനെ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ എൻട്രി ചെയ്തോ. ഇവിടുന്ന് തന്നെ കയറി കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് ഉണ്ട്. സിറ്റ് ഔട്ടും കാര്യങ്ങളുള്ള ഒരു TV അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. സീറ്റിംഗ് ഇങ്ങനെ വന്നാൽ സ്റ്റെയർ മേലോട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ റൂം. ഇതാണ് ഇവിടുത്തെ റൂം. നല്ല ആംബിയൻസ് ഉള്ള റൂമാട്ടോ. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നിന്നുണ്ടോ ഓപ്പൺ ആയിട്ട് കഴിഞ്ഞാൽ പൂളിങ്ങനെ ഡയറക്റ്റ് കാണാൻ പറ്റും. ഒരു ഫാനുണ്ട്. ഫുൾ ഇൻറ്റീരിയർ ചെയ്ത നല്ല റൂമാട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ബാത്റൂം ഇവിടെ ഉണ്ട്. ബാത്റൂം ഉണ്ട്. അങ്ങനെ സെറ്റ് ചെയ്തിട്ടാണ്. ഒരു സ്മോൾ ബാത്റൂം, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ബാത്റൂമും കാര്യങ്ങളാണ്. നല്ല വെൽ ഡിസൈൻ ചെയ്തിട്ട് വാട്ടറും വെള്ളവും ടേസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഹാളുണ്ട്. ഒരു ഡൈനിങ് ടേബിൾ, വാഷിംഗ് യൂണിറ്റ്, ഇവിടുന്ന് ഇങ്ങനെ മേലോട്ട് കയറി കഴിഞ്ഞാൽ മുകളിൽ കണ്ടോ ഓപ്പണിങ് ലൈറ്റ്സ്. അതായി നമുക്കിവിടെ കയറിയത് മുതൽ നല്ല മഴയുള്ള നല്ല ക്ലൈമറ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
പിന്നെ കപ്പ റെഡിയാകുന്നു. വൈകിട്ട് റെഡിയാക്കാൻ നമുക്ക് ഗ്രിൽഡ് ചിക്കൻ റെഡിയാണ്. അതേപോലെ നമുക്ക് ചിക്കനിലിടാനുള്ള തേങ്ങാ കുത്തുണ്ട്. പിന്നെ അതേപോലെ ചിക്കൻ കറി നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മൾ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് സലാഡുകളൊക്കെ ഫ്രൂട്ട് സലാഡ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കിച്ചണിൻ്റെ പരിപാടി കഴിഞ്ഞ് നമ്മൾ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കിച്ചൺ പരിപാടികൾ കുക്കിങ്ങും പരിപാടികളൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ കപ്പയും നമ്മൾ തേങ്ങ വറുത്തതാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ നല്ല നാടൻ ചിക്കൻ കറി നമ്മൾ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാവരും കൂടി നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി വെച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചപ്പാത്തി ചിക്കൻ കറി അതിൻ്റെ കൂടെ കഴിക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. ഞാനങ്ങനെ ഫുഡ് കഴിക്കുന്ന ചപ്പാത്തി ചിക്കൻ കറി ആണ്. ചിക്കൻ കറി ഒരു രക്ഷയില്ല കേട്ടോ. ചപ്പാത്തി, ചിക്കൻ പീസ്, ചിക്കൻ കറി, അതിൻ്റെ കൂടെ ഓംപ്ലേറ്റും കൂടി ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കപ്പ നമ്മൾ പുഴുങ്ങാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ നമ്മൾ ചിക്കൻ പൊരിച്ചതുമുണ്ട്. ചിക്കൻ പൊരിച്ച് വെക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തുകളാണ് ഈ കാണുന്നത്. നമ്മൾ നല്ല ചിക്കൻ നല്ല മുളകിട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാലഡ്, അതിൻ്റെ കുറച്ച് ഫ്രൂട്ട് സലാഡും ഒക്കെ അതിൽ ആഡ് ചെയ്യാനുള്ള പ്ലാനാണ്. അതൊക്കെ ആക്കി നമ്മൾ ഫുൾ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് പൂളിലൊന്ന് നീരാടാൻ. അതിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഫുൾ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമ്മളെ പ്ലാൻ ബി ആണ്. നമ്മളതിനെ പൂളിൽ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഫ്രഷായി ഫുഡ് കഴിക്കാൻ ഇരുന്നു. നല്ല കപ്പ, ചിക്കൻ പൊരിച്ചത്, ചപ്പാത്തി, ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി, അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഫ്രണ്ട്സുകളാണ് ഇതെല്ലാവരും. നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.